പഠിക്കേണ്ട ഒരു വിഷയം, നമ്മൾ അറബി അക്ഷരങ്ങളിൽ എത്ര ഉണ്ട്? അറബി അക്ഷരങ്ങൾ 28 ഉണ്ട് അല്ലേ? 28 അക്ഷരത്തിൽ ഇന്നലെ നമ്മൾ പഠിപ്പിച്ചു 14 അക്ഷരങ്ങൾ ഷംസിയാണ്, 14 അക്ഷരങ്ങൾ ഖമരിയ അക്ഷരങ്ങളാണ്. അത് നമുക്ക് പഠിക്കണം, വേർതിരിച്ച് തന്നെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാല് ഹംസിനെ കുറിച്ചാണ്. എന്താണ് ഹംസ്? നമ്മുടെ ഹംസ് കണ്ടിട്ടില്ലയോ? ഒരു ഐന് എഴുതുന്ന ഐനിന്റെ ഒരു തലയാണ് ഹംസ് എന്ന് പറയുന്നത്. കേട്ടാ, ഐനിന്റെ തലയാണ് ഹംസ്. ഇത് ഹംസാണ് അല്ലേ? ഈ ഹംസ് നമുക്കറിയാം, ഇതൊരു കസേരപ്പുറത്തേ ഇരിക്കത്തുള്ളൂ. വേണ്ട, അലിഫിന്റെ മുകളിൽ കയറി ഇരിക്കും, പിന്നെ വാവിന്റെ മുകളിൽ കയറി ഇരിക്കും, പിന്നെ യാഇന്റെ മുകളിൽ കയറി ഇരിക്കും, അതുപോലെ താഴെ. കണ്ടോ ഈ ഹംസ എങ്ങനെയൊക്കെ ഇരുന്നു? എങ്ങനെയൊക്കെ ഇരുന്നു? വാവിന്റെ മുകളില് താഴെ. ചിലപ്പോ ഈ അക്ഷരം എവിടെ കിടക്കും? ഹംസിന്റെ അലിഫിന്റെ താഴെ കിടക്കും അല്ലേ? ഇങ്ങനെയൊക്കെ വന്നാൽ ഇതെന്താണ്? ഹംസ. ഹംസ എന്ന് പറയുന്നത് അറിയോ? ഈ നമ്മൾ പാട്ടിലൂടെ പഠിച്ചില്ലയോ? ഒരു പാട്ട് പറഞ്ഞേട്ടെ. ഹംസേ ഹംസേ നീ എവിടെ, ഹംസേ ഹംസേ നീ എവിടെ, ഹൽക്കിനകത്ത് ഞാനുണ്ട്, ഹൽക്കിനകത്ത് നീ എവിടെ, ഹൽക്കിൻ താഴെ അറ്റത്ത്, ഒന്ന് പുറത്തു വരാമോ നീ, ഞാനിത വന്നു. ഒന്ന് പാടിയേ. ഹംസേ ഹംസേ നീ എവിടെ, ഹൽക്കിനകത്ത് ഞാനുണ്ട്, ഹൽക്കിനകത്ത് നീ എവിടെ, ഹൽക്കിൻ താഴെ അറ്റത്ത്, ഒന്ന് പുറത്തു വരാമോ നീ, ഞാനിത വന്നു. എവിടുന്ന് വരണം? തൊണ്ടയുടെ താഴെ എത്തത്തില്ല. നമ്മൾ പറയാൻ കാര്യം എന്താണെന്നറിയോ? ഈ തൊണ്ടയുടെ അക്ഷരങ്ങൾ നമ്മൾ അറിഞ്ഞില്ലെങ്കിൽ നമ്മുടെ ഖുർആൻ ഓതൽ ശരിയാവത്തില്ല. എന്ത്? നമ്മുടെ അള്ളാഹു എന്ന് പറയുന്ന പോലും ശരിയാവത്തില്ല. അള്ളാഹു എന്ന് പറയുന്ന ആദ്യത്തെ അക്ഷരം എന്തുവാ? ഹംസല്ലേ? എവിടുന്ന് വരണം? തൊണ്ടയുടെ താഴെ അറ്റത്ത്. കണ്ടോ? അപ്പൊ നമ്മളിപ്പം അഊദ് ഓതുമ്പോ എന്തൊക്കെ ഏതൊക്കെ ആദ്യത്തെ അക്ഷരം എന്തുവാ? ഇങ്ങനെ അലിഫിന് മേലിൽ പത്തഹിട്ടാൽ ഹംസായി മാറി. നമ്മൾ മലയാളത്തിലെ ഈ ആ പോലെ പറയുന്ന അല്ല. ഈ അക്ഷരം എന്താ? ഇതല്ല, ഈ ഉച്ചാരണം അല്ല. പിന്നെ എങ്ങനെ വേണം? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എന്തായി? നമ്മളിപ്പോ മിക്കവരും ഓതുമ്പോ ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം എന്ന് പറയും. ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. നമ്മൾ ഖുർആനിന്റെ തല ആദ്യം ഓതേണ്ടത് എന്തുവാ? അഊദല്ലേ? ആദ്യത്തെ ആയത്ത് ഏതാ? ബിസ്മിയാണ്. ആദ്യത്തെ ആയത്ത് ഏതാ? ഫാത്തിഹ അങ്ങോട്ട് തുറന്ന്, നമ്മൾ മുസാഹിഫ് അങ്ങോട്ട് തുറന്നിട്ട് ഫാത്തിഹ ആണ് നമ്മളെ ഓതുന്നത് അല്ലേ? അപ്പൊ ഫാത്തിഹ ഓതുമ്പോ ആദ്യത്തെ ആയത്ത് ഏതാ? ആദ്യത്തെ ആയത്ത് ബിസ്മിയാണ് അല്ലേ? ഫാത്തിഹ ആദ്യത്തെ സൂറത്ത് ഫാത്തിഹ. ഫാത്തിഹ തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലേ? അങ്ങനെ തുടങ്ങി എത്ര ആയത്തുണ്ട് അതിനകത്ത്? 7 ആയത്തുണ്ട്. അപ്പം ആ ഫാത്തിഹ തുടങ്ങുമ്പോഴും പരിശുദ്ധ ഖുർആൻ ഓതുമ്പോഴും നമ്മൾ എന്തോ ഓതണം? അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. എന്തോ നമ്മൾ അതിന്റെ അർത്ഥം? ശപിക്കപ്പെട്ട പിശാചിനെ തൊട്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ തേടുന്നു. അഊദ് എന്ന് പറയുന്ന കാവല് ചോദിക്കാം. അഊദ് തന്നെ നോക്കേ. ആദ്യത്തെ അക്ഷരം എന്തുവാ? അല്ലേ? വലിയ നമ്മൾ നല്ല പറയേണ്ടത്. ഇന്നെന്തുവാ? എവിടുന്ന് വരണം? എന്നാ തൊട്ടടുത്ത അക്ഷരം എന്തുവാ? ഐനാണ്. അത് എവിടുന്ന് വരണം? തൊണ്ടയുടെ നടുക്കുന്ന്. തൊണ്ടയുടെ അല്ല. പിന്നെ അടുത്ത അക്ഷരം എന്താ? നാലാണ്. നാവിന്റെ തല വന്നതിന് മുമ്പല്ലേ തട്ടണം. ഇത് പുള്ളിയില്ലെങ്കിലോ? പുള്ളി അല്ലെങ്കിൽ ദാ എന്ന് പറയുന്നത്. പുള്ളിയില്ലെങ്കിൽ എന്താ പറയുന്നത്? സ്ട്രോങ് അക്ഷരമാണ്. കൽക്കലത്തിന്റെ അക്ഷരമാണ് അല്ലേ? കൽക്കലത്തിന് സ്ട്രോങ് ഉള്ള അക്ഷരങ്ങൾ 5 അക്ഷരമുണ്ട്. അതിൽ പെടുന്ന അക്ഷരങ്ങളാണ് ദാല്. പക്ഷെ കുൽഹു അല്ലാഹു അഹദ് എന്ന് പറയും. പക്ഷെ ഇവിടെ ദാൽ എങ്ങനെ സോഫ്റ്റ് ആയിട്ട് പറയും? എങ്ങനെ പറയണം?
പിന്നെന്താണ് ബില്ലാഹി. ബില്ലാഹി 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 ബില്ലാഹി. ബില്ലാഹി എന്ന് പറയുമ്പോ എങ്ങനെയാ പറയുന്നത്? ബില്ലാഹി അഊദു അല്ലാന്ന് പറയുമ്പോ എന്ത് ചെയ്യുമ്പോഴേക്ക് നമ്മൾ ഒരു പാട്ട് പഠിച്ചിട്ടുണ്ട്. നാവിൻ തല മുമ്പല്ലിൽ തട്ടി പറയല്ലേ അല്ലാ അല്ലാ. അല്ലാ എന്ന് പറയുമ്പോ എന്ത് പറയാൻ പാടില്ല? നാവിന്റെ തല മുമ്പല്ലില് പലരും പറയും അല്ലാ എന്ന് പറയുമ്പോൾ പല്ലേ തട്ടും. അങ്ങനെ എത്താൻ പാടുണ്ടോ? ഇൻഷാ അല്ലാഹ് നമുക്ക് എന്റെ ക്ലാസ്സിന്റെ എടുക്കാം. ഇപ്പൊ നമ്മൾ പറയുന്നത് എന്താണ്? പെട്ടെന്ന് പറയാണ് ഈ ഹംസിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ഹംസ എന്ന് പറയുന്നത് എന്താണ്? എവിടെ ഇരിക്കും? കസേരപ്പുറത്ത് ഇരിക്കും. നമ്മൾ പാട്ട് പഠിച്ചില്ലയോ? അൻവറിന്റെ വീട്ടിലുണ്ട് 3 കസേര, അലിഫ് ബാബു യാ എന്ന 3 കസേര. അന്നൊരിക്കൽ 4 ഹംസ വിരുന്ന് വന്നു. ആദ്യം ഒരാൾ അലിഫിനിമേൽ കയറിയിരുന്നു, പിന്നെ ഒരാൾ വാവിനിമേൽ പോയിരുന്നു, വേറൊരാൾ യാഇനിമേൽ ചെന്ന് ഇരുന്നു. ബാക്കിയുള്ള ഹംസ സീറ്റ് നോക്കി നടന്നു, സീറ്റില്ലാതെ താഴെ തന്നെ കുത്തിയിരുന്നു. അതിന് ഉദാഹരണം ഈ ഹംസിനെ കുറിച്ച് പഠിക്കുമ്പോൾ എങ്ങനെ നമ്മൾ പഠിക്കും? ഹംസിനെ കുറിച്ച് പഠിക്കുന്നതാണ്ട എന്താ എന്താ? എവിടെ ഉണ്ട്? അലിഫിന്റെ മുകളിൽ. ഇവിടോ ഇതെന്താണ്? ഇതോ എന്താ? ഈ അക്ഷരം നമുക്ക് മനസ്സിലായി. ഈ അക്ഷരം എന്താണ്? യാ ആണ്. പക്ഷെ പുള്ളി കാണുമോ? പുള്ളി ഇല്ലെങ്കിലും യാ തന്നെ. 2 പുള്ളി കാണണ്ട. യാ എഴുതുമ്പോ ചിലടത്ത് എന്ത് കാണത്തില്ല? പുള്ളി കാണുന്നത്. അപ്പൊ നമുക്ക് ഇത് എന്താക്കാം? ബഅ്സും പറഞ്ഞ ഹംസുണ്ടോ? അൽഫിന് മുകളിൽ ഇരിപ്പുണ്ട്. ബുഅ്സും പറഞ്ഞ ഹംസുണ്ടോ? വാവിന് മുകളിൽ ഇരിപ്പുണ്ട്. ബിഇസ പറഞ്ഞ ഹംസുണ്ടോ? യാഇന് മുകളിൽ ഇരിപ്പുണ്ട്. ജാ പറഞ്ഞ ഹംസുണ്ടോ? താഴെ തന്നെ ഇരിപ്പുണ്ട്. എഴുതിക്ക. ഇത് ഏതെങ്കിലും അക്ഷരത്തിന് പുറത്ത് എഴുതുമോ? ജാ എന്ന് എഴുതുമ്പോ എന്താ? ഇതെന്താണ്? ജാ എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമ്മൾ എന്ത് ശ്രദ്ധിക്കണം? ഹംസ എവിടുന്നേ വരാവുള്ളൂ? തൊണ്ടയുടെ. അപ്പൊ അല്ലേ പാട്ട് ഓർമ്മ വേണം. ഹംസേ ഹംസേ നീ എവിടെ? ഹൽക്കിനകത്ത് ഞാനുണ്ട്. ഹൽക്കിനകത്ത് നീ എവിടെ? ഹൽക്കിൻ താഴെ അറ്റത്ത്. ഒന്ന് പുറത്തു വരാമോ നീ? ഞാനിത വന്നു. അണ്ട അല്ലാഹു അണ്ട അഊദു അൽഹംദു. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന വാക്കുകളാ. അൽഹംദുലില്ലാ. നമ്മൾ എങ്ങനെ പറയും? മലയാളത്തിൽ പറയുന്നത് അൽഹംദുലില്ലാ എന്ന് പറയും. ഔദുബില്ല എന്താ? ഹംസ് ശരിയായില്ല, ഐന് ശരിയായില്ല. ഇതൊക്കെ കൊണ്ട് നമ്മുടെ ഖുർആൻ ഓതൽ കൊണ്ട് എന്തുവരും? നമുക്ക് പുണ്യം കിട്ടാവുന്നതിന് പോലെ ശാപം കിട്ടും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ.